എല്ലാവർക്കും ജെ വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്ന സ്ഥലമാണ് റെയിൻബോ സ്കൈ നെൽസണില്. ഇപ്പം നമ്മളുള്ള സ്ഥലം എന്ന് പറയുന്നത് ബ്ലെനിമാണ്. ബ്ലെനിമിൽ നിന്ന് ഏകദേശം ഒരു 1.5 hour ഡ്രൈവ് ഉണ്ട്. ഇപ്പം രാവിലെ ഒരു 9:15 ഞങ്ങളിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണേ. കുഞ്ഞി, ആർ യു എക്സൈറ്റഡ്? കുഞ്ഞിയും കാത്തും ദുബൈയിലുള്ള സമയത്ത് തന്നെ നമ്മളോട് പറയുമായിരുന്നു എപ്പോഴും അവർക്ക് ഐസി പോകണം, ഐസി കളിക്കണം എന്നൊക്കെ. അപ്പം ഇന്ന് ആണ് ആ ഡേ വന്നിരിക്കുന്നത്. ആണോ? ഇപ്പൊ എൽസനെ അന്നെ ഇഷ്ടമില്ലേ? ഇപ്പൊ എൽസനെ അന്നെ അവര് ഐസി കളിക്കുന്നത് കണ്ടിട്ടാണ് ഇവര് ഐസി കളിക്കണമെന്നാണ്. അപ്പൊ വെനസ്ഡേ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഓക്കെ, അപ്പൊ നമുക്ക് എൽസയെ അന്നയും കളിച്ചോണ്ടിരുന്ന ഐസിലോട്ട് പോകാം. ഓക്കെ, ആർ യു റെഡി? പിന്നെ എവിടെയാ ജീവിക്കുന്നത്? ഓക്കെ, വിൽ ഫൈൻഡ് ഔട്ട് വേർ ദേ ആർ. ഓക്കെ, അവര് കളിച്ചോണ്ടിരുന്ന ഐസ് ഡിസ്നിലാൻഡിലാണോ? ഓക്കെ ഓക്കെ, അവര് കളിച്ചോണ്ടിരുന്ന ഐസിന്റെ അകത്തോട്ടാണ് ഇപ്പൊ നമ്മൾ വേണ്ടി പോകാൻ വേണ്ടിക്കുന്നത്. അവര് ആനിമേഷൻസ് അല്ലേ? കാർട്ടൂണാണോ? ഓക്കെ ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മള് heading towards Rainbow Ski. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? അങ്ങനെ ഞങ്ങൾ രാവിലെ റെയിൻബോ സ്കീയിൽ പോകാനായിട്ട് ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കുമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടുന്ന് ഏകദേശം ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ താഴെ ചെല്ലുക എന്നുള്ളതായിരുന്നു നമ്മൾ ഉദ്ദേശം. അവിടെ ചെന്നിട്ട് ചെയിൻ മേടിച്ചിട്ട് ചെയിൻ അതിൽ ടയറിൽ ഫിറ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിലാണ്. പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ്. നെൽസണ് പോകുന്ന അത് വഴിയല്ല, ഓപ്പോസിറ്റുള്ള ഒരു വഴിയാണ്. പക്ഷെ നല്ലൊരു ഗ്രീനറിയും മലയും ഇഷ്ടംപോലെ വൈനറിയും ഒക്കെ കണ്ടുള്ള ഒരു യാത്രയാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ കൊണ്ടിരിക്കുകയാണ്. Finally we come to Rainbow Ski area. Continue on Rainbow Road for 16 kilometers.
അങ്ങനെ ഞങ്ങൾ റെയിൻബോ സ്കീ ഏരിയയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി റെയിൻബോ സ്കീ ഏരിയയുടെ താഴ്വാരത്ത് ചെന്നിട്ട് അവിടുന്ന് ചെയിൻ ടയറിലിട്ടിട്ട് പോകാൻ വേണ്ടിയായിരുന്നു നമ്മുടെ പ്ലാന്. അങ്ങനെ നല്ല നാട്ടിലൊക്കെയുള്ള ഒരു പൊന്തമ്പുഴ വനത്തിൽ കൂടിയൊക്കെ പോകുന്നൊരു എഫക്റ്റാണ് ഇതിലേക്കൂടി പോകുമ്പോഴേക്കും. കാരണം രണ്ട് സൈഡിലും മരങ്ങളും നമ്മളൊരു കാടിൻ്റെ മൊത്തം മധ്യത്തിൽ കൂടി പോകുന്ന ഒരു ഫീലിംഗാണ് നമുക്ക് ഇതിലെ പോകുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ്. നമ്മൾ ന്യൂസിലാൻഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഓർക്കും ഫുള്ളൊരു ഡെവലപ്ഡ് സിറ്റി പോലത്തെ സ്ഥലമാണ്. പക്ഷേ ഇവരുടെ സ്ഥലങ്ങൾ ഇപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. യാതൊരുവിധ ഔട്ട്സൈഡ് കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ട് അവരുടെ ലാൻഡിനെ നശിപ്പിക്കാതിരിക്കാനുള്ള. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പോകുമ്പോഴേക്കും നമ്മൾ പ്ലാസ്റ്റിക് അതുപോലുള്ള സാധനങ്ങളൊന്നും അവിടെ വലിച്ചെറിയരുത്. വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫൈനായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കെയർഫുൾ റെസ്പോൺസിബിളായിട്ട് ട്രാവൽ ചെയ്യണം. അപ്പം ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങളിവിടെ ഒരു പ്രാവശ്യം ഒന്ന് പോയി മഞ്ഞിൽ നമ്മൾ ഒരു ഡ്രീമായിട്ടുള്ളൊരു സ്ഥലമാണല്ലോ മഞ്ഞെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം മഞ്ഞിൽ പോയി നിങ്ങൾക്ക് പിള്ളേരൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പം ആരെങ്കിലും പോകാത്തവരിപ്പോൾ ന്യൂസിലാൻഡിലുണ്ടെങ്കിൽ വി റെക്കമെൻഡ് റെയിൻബോ സ്കീ. ഒരു വളരെ നല്ലൊരു അനുഭവമായിരിക്കും അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഏരിയയിൽ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ഈ ബസ്സിലാണ് പോകുന്നത്. ഇവിടെ കൊണ്ടുപോയി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബസ്സിൽ പോകണം. അല്ലെങ്കിൽ നമ്മുടെ വീൽസിൽ ചെയിൻ വേണം. ആ പിക്ചറിൽ കാണുന്നത് പോലെയുള്ള ചെയിൻ ഇട്ടിട്ട് വേണം വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. അപ്പം നമ്മൾ ഓർത്ത് ഇവിടുന്ന് റെൻറ്റിന് കിട്ടുമെന്നാണ് ഓർത്തത്. അപ്പോൾ ഇവിടുന്ന് റെൻറ്റിന് ഇവർ കൊടുക്കത്തില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ വണ്ടിയെ പോകാനാണ് താല്പര്യമെങ്കിൽ ചെയിന് മേടിച്ചിട്ട് വരിക. എന്നിട്ട് ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ ഇവർ അലോ ചെയ്യത്തുള്ളൂ മേളിലോട്ട് കയറി പോകാനായിട്ട്. അപ്പം നമ്മളിപ്പം ഈ ബസ്സിന് പോകുമ്പോഴേക്കും ഒരാൾക്ക് $30 ചാർജ് വരുന്നത്. അപ്പം ബസ്സിന് പോയിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് കാണിക്കാം. കാതറിൻ, ലെറ്റ്സ് ഗോ. ഓക്കെ, ഇതാണ് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബസ്സിൽ സ്കീ ഏരിയയിലോട്ട് പോകുന്നത്. നമ്മൾ സ്കീ ചെയ്യുന്നില്ല, നോൺ സ്കീ ആയിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് നമ്മൾ സ്കീ ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ബാക്കി നമ്മൾ ഐസിലുള്ള കാര്യങ്ങൾ കാണിക്കാം.
മലയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മലയുടെ അടുത്തേക്ക് നമ്മൾ ഐസ് സ്കീ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുവാണ്. അപ്പോഴേക്കും ഈ ഒരു ലേഡിയാണ് നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്ത് ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വഴിയാണ്. നമ്മളൊരു അവിടെ നിന്ന് നമ്മുടെ കാർ എടുത്തിട്ട് വരാഞ്ഞതൊരു വയസ്സായിട്ടുള്ള ഡിസിഷനായിട്ട് തോന്നി. കാരണം നിങ്ങൾ കണ്ടില്ല, ഒരു സൈഡിൽ ഭയങ്കര വലിയ കൊക്ക പോലത്തെ സ്ഥലമാണ്. ഇച്ചിരി ഒന്ന് തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു വഴിയാണ്. അപ്പം നിങ്ങൾ ഈ മലയോര മേഖലയിലൊക്കെ വണ്ടി ഓടിച്ച് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ വെറുതെ റിസ്ക് എടുക്കാൻ വേണ്ടി നിൽക്കേണ്ട, ബസ്സിൽ പോകുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ ആ മലയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ പതുക്കെ ഐസൊക്കെ കണ്ടു തുടങ്ങി. അങ്ങനെ എല്ലാവരും അത് കണ്ടപ്പോഴേക്കും ഭയങ്കര ഒരു എക്സൈറ്റഡായി. കാരണം നമ്മൾ അധികം ഇനിയില്ല, ഉടനെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. ഇങ്ങനെ നമ്മൾ റെയിൻബോ സ്കീയിലെത്തിയിരിക്കുകയാണ്. അടിപൊളി ഏരിയയാണ്. അങ്ങനെ നമ്മൾ റെയിൻബോ സ്കീയിൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ കുറച്ച് റീൽസൊക്കെ എടുത്തു, കുറേ ഫോട്ടോസ് എടുത്തു. ഇപ്പോൾ സ്കീ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ല അടിപൊളി ഫൺ ആക്ടിവിറ്റിയാണ്. ഞങ്ങൾ സ്കീ ചെയ്യാത്തത് കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പം ഒരു വൺ ടൈം വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഒരു ദിവസം നിങ്ങൾ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പം ഞങ്ങളുടെ ഒരു ദിവസം ഞങ്ങൾ നല്ല ഒരു അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു റെയിൻബോ സ്കീയിൽ. അത് കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങൾ കഫേയിൽ പോയി അവിടെ ഫുഡ് കഴിച്ചു. ഇനി വീണ്ടും വന്നിട്ട് പിന്നെയും കുറേ നേരം ഐസിലൊക്കെ ഇങ്ങനെ കളിച്ചു. അങ്ങനെയൊക്കെ നല്ല ഒരു അടിപൊളി ദിവസമായിരുന്നു.